എല്ലാവർക്കും വന്ദനം. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ പ്രൈസ് ജനറേഷൻ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ്. നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം. നിങ്ങൾ ഞങ്ങൾക്ക് ബലമാണ്. നിങ്ങളുടെ കൈത്താങ്ങലുകൾ, നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ എല്ലാം ഞങ്ങൾക്ക് ഈ പ്രാർത്ഥന മുടങ്ങാതെ കൊണ്ടുപോകാൻ വളരെ വളരെ പ്രചോദനം തരുന്നു. നിങ്ങളെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. തീർച്ചയായിട്ടും ഏത് രാജ്യത്തിരുന്നും ഈ പ്രാർത്ഥന നിങ്ങൾക്ക് സന്തോഷത്താൽ നിറഞ്ഞനുഭവിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നമുക്ക് തന്ന മീഡിയ സംവിധാനങ്ങളെ ഓർത്ത് ഞാൻ നന്ദിയുള്ളവനാണ്. കർത്താവ് എത്ര വിശ്വസ്തനാണ്. കർത്താവിൻ്റെ നാമത്തിന് കൂടുതൽ മഹത്വമുണ്ടാകാൻ നമ്മുടെ കൂടി വരവുകൾ കാരണമാകട്ടെ. വളരെ കുറഞ്ഞ സമയം, ഒരമണിക്കൂറോളം സമയം, അതിൽ താഴെയുള്ള സമയം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പുതിയ ചുവടുകൾ വയ്ക്കാൻ ജീസസ് എവരിഡേ എന്ന പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ കൈത്താങ്ങലുകൾ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ആവശ്യമാണ്. നിങ്ങളുടെ പ്രോത്സാഹനങ്ങളെ ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു പത്രോസിനോട് പറഞ്ഞു, ശീമോനോട് പറഞ്ഞു, നീ പത്രോസാകും, എന്നെ അനുഗമിക്കുക. നീ പത്രോസാകുമെന്ന പ്രവചനം പറഞ്ഞുകൊണ്ട് കർത്താവ് പോയില്ല. കർത്താവ് എന്തു പറഞ്ഞുവോ അതിനുവേണ്ടി പത്രോസ് ആകണമെങ്കിൽ ശീമോൻ അനുഗമിക്കണമായിരുന്നു. ഇന്ന് ഞാൻ പലരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ പ്രോഫറ്റ് എന്നോട് അങ്ങനെ ഒരു ദൂത് പറഞ്ഞിട്ടുണ്ട്, മറ്റേ പ്രോഫറ്റ് എന്നോട് എൻ്റെ കുടുംബത്തോടും ദൂത് പറഞ്ഞതാണ്. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇരുന്നാൽ ഒരിക്കലും അത് സംഭവിക്കില്ല. അടുത്ത അളവിലോട്ട് നിങ്ങൾ ചൂടുവെക്കണം. എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കും. നീ മീൻ പിടിക്കുന്നവനാണ്, മീൻ പോലും പിടിച്ചിട്ട് കിട്ടുന്നില്ല. നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. എന്നെ അനുഗമിക്കുക. അനുഗമിക്കുക എന്നൊരൊറ്റ കാര്യം, വിശ്വാസത്തിൽ ചുവട് വെക്കുക എന്നാണ് എൻ്റെ അർത്ഥം. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തമാണ് ആദ്യം പറഞ്ഞത്. എന്താ പറഞ്ഞത്? നീ നിന്റെ ചാർച്ചക്കാരെയും പിതൃദേശത്തെ സ്വന്തം ഭവനത്തെ വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. നിന്നെ ആരെങ്കിലും ശപിച്ചാൽ അവർ ശപിക്കപ്പെടും. നിന്നിൽ ഭൂമിയിലുള്ള സകല രാജ്യങ്ങളും അനുഗ്രഹിക്കപ്പെടും. നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ആരും തന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതിൽ തൻ്റെ ആവശ്യങ്ങളുണ്ട്, തൻ്റെ സ്വപ്നങ്ങളുണ്ട്. ഇല്ലാത്ത സ്വപ്നങ്ങളെല്ലാം ആ വാക്കുകളിൽ കടന്നു വന്നു. സ്വപ്നമില്ലാത്തവർക്ക് സ്വപ്നം കൊടുക്കുന്നതാണ് വാഗ്ദത്തം. വാഗ്ദത്തങ്ങൾ 7000-ലധികം വാഗ്ദത്തങ്ങൾ ബൈബിളിലുണ്ട്. ബൈബിൾ വായിക്കുമ്പോൾ ഇല്ലാത്ത സ്വപ്നങ്ങൾ ഉണ്ടായി വരികയാണ്. വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം ഒന്ന് വായിക്കാമോ? നിങ്ങൾക്കില്ലാത്ത സ്വപ്നങ്ങൾ ഉണ്ടായി വരും. വരണ്ട ദേശം പനിനീർ പുഷ്പം പോലെ പൂക്കും. പ്രസവിക്കാത്ത മച്ചിയെ ആർത്ത് ഘോഷിക്കുക. ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് നിറഞ്ഞ ഒരു പുസ്തകമാണ് യെശയ്യാവിൻ്റെ പുസ്തകം. പ്രവചന പുസ്തകങ്ങൾ നമുക്ക് സ്വപ്നങ്ങളെ കൊണ്ടുവരുന്നു. ജീവിതത്തിൽ യാതൊരു സ്വപ്നവും ഇല്ലാത്തവനായിരുന്നു ഞാൻ. ആകെയുള്ള സ്വപ്നം ഒരു വോളിബോൾ താരമാകണം. അതിനുശേഷം ആ വോളിബോൾ താരമായി ഒരു സർക്കാർ ജോലി കിട്ടണം. അങ്ങനെ ഒരു ജീവിതം, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. എന്നാൽ വേദപുസ്തകം അതുവരെ വായിക്കാത്ത ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയത് ആഗ്രഹങ്ങളാണ്, വലിയ സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങളാണ് മുന്നോട്ട് ചുവട് വെക്കാൻ ഇടയാക്കിയത്. ഇത് തന്നെയാണ് യേശു ചെയ്തത്. ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാം. നീ മത്സ്യത്തെ പിടിക്കാൻ പോലും പരാജയപ്പെട്ട വ്യക്തിയാണ്. ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. കർത്താവ് പറഞ്ഞ വാക്ക് പാലിച്ചില്ലേ? പെന്തക്കോസ്ത് നാളിൽ ഒറ്റ പ്രസംഗം,
3000 പേരാണ് മുട്ടുകുത്തിയത്, കർത്താവിലോട്ട് തിരിഞ്ഞത്. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അത് കളിപ്പീരല്ല. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കും. ശീമോനെ കേഫായാക്കി മാറ്റിയവൻ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളോട് പറയുന്നു, എന്നെ അനുഗമിക്കുക. ബൈബിളിൽ നോക്കിയേ, കർത്താവിനെ അനുഗമിച്ച ആര് ലജ്ജിച്ചു പോയില്ല? സെബദി മക്കൾ, മത്തായി. കർത്താവിനെ അനുഗമിച്ചവർ, ഹൃദയപൂർവ്വം അനുഗമിച്ചവർ പരാജയപ്പെട്ടില്ല. ഹൃദയം കൊണ്ടല്ലാതെ അനുഗമിച്ച ഒരു യൂദ, ഇസ്കരിയാത്ത യൂദ കൂടെ ഉണ്ടായിരുന്നു. അവന് 3.5 വർഷം ഒരു പ്രയോജനം ഉണ്ടായില്ല. ഇതുപോലെ ഹൃദയം പൂർവമല്ലാതെ കർത്താവിൻ്റെ കൂടെ നടക്കുന്നവരോട് പറയാം, നിങ്ങൾക്കിതുകൊണ്ട് ഒരു ഗുണമില്ല, നിങ്ങൾക്ക് ക്രിസ്തീയ ജീവിതം ബോറായിരിക്കും. എന്നാൽ ഹൃദയപൂർവം യാതൊരു പ്രതിഫലവും നോക്കാതെ കർത്താവിനെ ഹൃദയപൂർവ്വം ഒന്ന് സ്നേഹിക്കാമോ, സേവിക്കാമോ, അനുഗമിക്കാമോ, അവിടെ അത്ഭുതങ്ങളുണ്ടാകും. അബ്രഹാമിനെ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പത്രോസിനോട് ചോദിച്ചത്, ബെറിയോന, ശിമോനെ, ഇവരിൽ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു. അപ്പൊ സ്നേഹമെന്നുള്ളത് ഹൃദയം കൊണ്ടുള്ള പരിപാടിയാണ്. എന്നാൽ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാൻ കഴിയും. ഇസ്കരിയാത്ത യൂദ യേശുവിനെ സ്നേഹിച്ചിരുന്നോ? ഇല്ല. യേശുവിൻ്റെ കൂടെ ഉള്ളപ്പോൾ കുറേ വിടുതലുകളുണ്ട്, പല ഗുണങ്ങളുണ്ട്. 3.5 വർഷം ആ ഗുണങ്ങൾ അനുഭവിച്ചവനാണ്. ഒത്തിരി ഗുണം, അത്ഭുതങ്ങൾ വരെ ചെയ്തു അദ്ദേഹം. ഒത്തിരി നന്മകൾ കണ്ടു, സമൃദ്ധി കണ്ടു, മാന്യതയുണ്ടായി. യേശുവിൻ്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളെന്നുള്ള പദവിയിൽ വലിയ മാന്യതയുണ്ടായി. യേശു പണം മുഴുവൻ ഏൽപ്പിച്ചിരുന്നത് യൂദയുടെ കയ്യിലാണ്. പല സഭകളിലും ഖജാഞ്ചിയാകാൻ, ട്രഷററാകാൻ ഭയങ്കര വഴക്കും മത്സരവും നടക്കുമ്പോൾ യൂദയ്ക്ക് യേശുവിൻ്റെ ഖജാഞ്ചിയാകാൻ കഴിഞ്ഞു. അത്ര വലിയ പദവിയാണല്ലേ. അത് വല്ല ഗുണത്തിലും ചെയ്തോ? ഒരു ഗുണം ഉണ്ടാക്കിയില്ല. എന്നാൽ അനുഗമിച്ചവർ, ഹൃദയപൂർവം അനുഗമിക്കുന്നവരാണ് അത്ഭുതങ്ങളെ കാണാൻ പോകുന്നത്. അതുകൊണ്ട് കർത്താവിനെ ഹൃദയപൂർവ്വം അനുഗമിക്കുവാൻ നമ്മെ ഏൽപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 8 മുതൽ വായിച്ചപ്പോൾ നമ്മൾ കണ്ടു, ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. കാരണം ഒരു വലിയ പീഡനം, അപ്പോസ്തല പ്രവൃത്തി 8:1 പറയുന്ന ആ വലിയ പീഡനത്തിലും കർത്താവിനെ കളയാതെ ഓടിയവനാണ് ഫിലിപ്പോസ്. അവര് കർത്താവിനെ ഇട്ടേച്ചല്ല ഓടിയത്, കർത്താവിനെയും കൊണ്ടാ ഓടിയത്. ഗദശമന തോട്ടത്തിൽ വെച്ച് ശിഷ്യന്മാരെല്ലാം കർത്താവിനെ ഇട്ടേച്ചോടി. എന്നാൽ അതിനേക്കാൾ വലിയൊരു പ്രതികൂലം യെരുശലേമിലെ സഭയിൽ വന്നപ്പോൾ ഓടിയവരെല്ലാം കർത്താവിനെയും കൊണ്ട് ഓടി. ഇപ്പോൾ കർത്താവ് ഉള്ളിലാണ്. ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് കർത്താവ് വെളിയിലാണ്, ഗദശമന തോട്ടത്തിൽ. ശിഷ്യന്മാരെല്ലാം ഇട്ടേച്ചോടി. ഇന്ന് നമുക്ക് എവിടെ പോയാലും കർത്താവിനെയും കൊണ്ടല്ലാതെ പോകാൻ കഴിയില്ല. എവിടെ ചെന്നാലും അവിടെയെല്ലാം കർത്താവുണ്ട്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കർത്താവ് യോഹന്നാൻ 15-ാം അധ്യായത്തിൽ പറഞ്ഞില്ലേ? നമുക്കിനി പിരിയാൻ കഴിയില്ല. കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു, കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏക ആത്മാവാണ്. നമ്മുടെ ആത്മാവും കർത്താവിൻ്റെ ആത്മാവും കൂടി ഒന്നായി ഒരേ ആത്മാവായി മാറും. നമ്മളെവിടെ പോയാലും ഇപ്പോൾ ജീവിക്കുന്നത് നമ്മളല്ല, നമ്മിൽ ക്രിസ്തുവാണ്. നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ കുഴിച്ചിട്ടു. ഇപ്പോൾ ജീവന്റെ പുതുക്കത്തിൽ യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ അതേ അനുഭവത്തിലാണ് നാം നടക്കേണ്ടതെന്ന് റോമർ 6 പറയുന്നു. ഈ സത്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിക്ക് നിരാശ എന്നുള്ളത് ജീവിതത്തിൻ്റെ 4 അയൽവക്കത്ത് വരില്ല. ഒരു വിശ്വാസിയെ നിരാശപ്പെടുത്താൻ കഴിയുമോ? ഇല്ല. എന്താ തെളിവ്? യേശു എങ്ങും നിരാശപ്പെട്ട് കാണുന്നില്ല. പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവൻ നിരാശപ്പെടുന്നില്ല, അവൻ ഭയങ്കര ഉറക്കമാണ്.
ശിഷ്യന്മാർ നിരാശപ്പെടുന്നില്ല. കാരണം എന്താണ്? പ്രത്യാശ, സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം, ഇവ കൊണ്ട് നിറഞ്ഞവരായിരുന്നു ശിഷ്യന്മാർ. ഇതാ ശമര്യയിൽ ഓടി വന്ന ഫിലിപ്പോസ് അവിടെ ഒരു ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി, മതി കർത്താവേ മതി, ഇനി ജോലി നിന്റെ വേല ചെയ്യുന്നതിൽ താല്പര്യമില്ല എന്ന് പറയുന്ന, ഏലിയാവിനെ പോലെ പറയുന്ന ഒരാളെയല്ല നമ്മൾ ശമര്യയിൽ കാണുന്നത്. അവൻ കർത്താവിനെയും കൊണ്ടാണ് ഓടിയത്. അവൻ വന്നപ്പോൾ കർത്താവും വന്നു. അവൻ വാ തുറന്നപ്പോൾ കർത്താവിന്റെ ശബ്ദം പുറത്തു വന്നു. അവൻ സംസാരിച്ചപ്പോൾ യേശു പ്രവർത്തിക്കാൻ തുടങ്ങി. അവൻ അടക്കി വെക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു സുവിശേഷം. ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇത്രയും ദൂരം ഓടി വന്നതല്ലേ? ഇല്ല. അടക്കി വെക്കാൻ കഴിയാത്തതും ഇത് പറയാതിരുന്നാൽ കുറ്റമുള്ളതുമായ ഒന്നാണ് സുവിശേഷം. നമുക്ക് വന്ന് സുവിശേഷം പറയാതിരിക്കാൻ ഉള്ള കഴിവുണ്ടായി. അത് ജഡത്തിൽ നിന്നുണ്ടായ കഴിവാണ്. ആത്മാവിൽ അങ്ങനെ ഒരു കഴിവില്ല. നമ്മുടെ ജഡം വളർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നമുക്ക് ആരോട് സുവിശേഷം പറയാൻ കഴിയുന്നില്ല. എന്നാൽ ആത്മാവിൽ ബലപ്പെട്ടവരുടെ പ്രത്യേകത, അവർക്ക് സുവിശേഷം പറയാതിരിക്കാൻ കഴിയില്ല. ഇരമ്യാവ് പറഞ്ഞതുപോലെ അതെൻ്റെ അസ്ഥികളിൽ കിടക്കുകയാണ്. ദൈവത്തിന് വേണ്ടി സംസാരിച്ചില്ലെങ്കിൽ എൻ്റെ അസ്ഥി പൊട്ടുന്നത് പോലെയാണ്. അതുകൊണ്ട് ഞാൻ വാ തുറക്കും. ദാവീദ് പറഞ്ഞ പോലെ ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, എന്നാൽ ഞാൻ നാവെടുത്ത് സംസാരിച്ചു, അവിടെ തീ കത്തിയെന്ന്. ഉണർവിൻ്റെ തീ കത്തണമെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കണം. സുവിശേഷമാണ് ഉണർവ് കൊണ്ടുവരുന്നത്. യേശുവിനെ പ്രസംഗിക്കുന്നിടത്താണ് ഉണർവുണ്ടാകുന്നത്. നിങ്ങൾ പോകുന്ന വീട്ടിലായിരിക്കും ചിലപ്പോൾ ഉണർവിൻ്റെ തീ കത്തി തുടങ്ങുന്നത്. നമുക്കൊരിക്കലും പ്രവചിക്കാൻ കഴിയില്ല. ഇത് കേൾക്കുന്ന നിങ്ങൾ ഇന്ന് ഒരാളോട് പറയാൻ പോകുന്ന സുവിശേഷം മുഖാന്തരമായിരിക്കും ലോകം കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി എഴുന്നേറ്റ് വരാൻ കാരണമാകുന്നു. നിങ്ങൾ സുവിശേഷം പറയാൻ പോകുന്ന വ്യക്തി, ആ വ്യക്തിയായിരിക്കും ഇനിയുള്ള ഉണർവിൻ്റെ ചാനൽ ആയി മാറാൻ പോകുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാതെ, അടക്കി വെക്കാതെ, ഫിലിപ്പോസിനെ പോലെ സുവിശേഷം അറിയിപ്പാൻ, സുവിശേഷകനായ ഫിലിപ്പോസ് എന്ന് ഫിലിപ്പോസിനെ കുറിച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ. സുവിശേഷകൻ, ആ ഒരു പേര്. സുവിശേഷകൻ റീനാഡ് ബോങ്കെ, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തനായ സുവിശേഷകൻ റെയിൻഹാർഡ് ബോങ്കെ. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ സുവിശേഷകൻ ബില്ലി ഗ്രഹാം. സുവിശേഷകൻ, ആ പദവി ചെറുതല്ല. പലപ്പോഴും സഭകളിൽ കണ്ടിട്ടുണ്ട്, ചർച്ചിലോട്ട് ഒരാൾ വന്ന് കർത്താവിൻ്റെ വേലക്കിറങ്ങുമ്പോൾ ആദ്യം ബ്രദർ എന്ന് വിളിക്കും, അത് കഴിയുമ്പോൾ ഇവാഞ്ചലിസ്റ്റ് എന്ന് വിളിക്കും, പിന്നെ ആ സംഘടന ഓർഡിനേഷൻ കൊടുത്തു കഴിയുമ്പോൾ പാസ്റ്റർ എന്ന് വിളിക്കും, പിന്നെ എന്തെങ്കിലും ഡോക്ടറേറ്റോ അത്യാവശ്യം പഠിത്തോ ഒക്കെ കഴിഞ്ഞാൽ റവറൻഡ് എന്ന് വിളിക്കും. പണ്ടാരോ പറഞ്ഞ പോലെ റവ ഇല്ലെങ്കിലും ഒരു സുവിയെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. മനുഷ്യർ തരുന്ന സുവിയും റവയും ഒരു ഗുണവുമില്ല. എന്നാൽ 1 കിലോ റവ കിട്ടിയാൽ നമുക്ക് ഉപ്പുമാവെങ്കിലും ഉണ്ടാക്കാം. ഈ വെറുതെ റവ എന്ന് എഴുതി വെച്ചിട്ട് വെറുതെ ചുമ്മാ ഇരിക്കുന്നതിനേക്കാൾ സുവിയാണ്, സുവിശേഷകനാണ് നല്ലത്. ഇന്ന് ഈ ലോകത്ത് കാണുന്നതെല്ലാം കർത്താവിൻ്റെ വേലക്ക് വേണ്ടി എന്തോ പദവി വേണമെന്നാണ്. കർത്താവിൻ്റെ വേലക്ക് വേണ്ടി ഒരു ഹൃദയം മതി. അതിന് വലിയ പഠനമല്ല വേണ്ടത്, അതിന് ഒരു വലിയ ആത്മാവാണ്, സ്നേഹമാണ് വേണ്ടത്. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് കർത്താവിൻ്റെ വേല ശക്തമായി ചെയ്യാൻ കഴിയും. അതിന് വലിയ പഠനമല്ല വേണ്ടത്, ഭാഷാ ശൈലിയല്ല വേണ്ടത്, അതിനൊരു നല്ല ഹൃദയമാണ്.
നമ്മുടെ പിതാക്കന്മാർക്ക്, അപ്പോസ്തലന്മാർക്ക് അവർക്ക് നല്ലൊരു ഹൃദയമുണ്ടായിരുന്നു. കർത്താവിനോട് പറ്റി നിൽക്കുന്ന ഒരു ഹൃദയമുണ്ടായി. അവർ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്നു, കർത്താവിൽ നിന്ന് പ്രാപിച്ചു. അതുകൊണ്ട് അവർക്ക് ലജ്ജിക്കേണ്ടി വന്നില്ല. ഈ ദിവസങ്ങളിൽ പ്രാപിക്കുന്ന ഒരു കൂട്ടം ജനം എഴുന്നേറ്റ് വരട്ടെ. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ ശീമോൻ എന്ന മന്ത്രവാദി ശമരിയ ജാതിയെ താൻ മഹതിയാണെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോസ്തല പ്രവൃത്തി 8-9-10 വാക്യങ്ങളിൽ പറയുന്നത്. 11-ാം വാക്യത്തിൽ ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കിയാൽ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. അവരെ പേടിപ്പിച്ചു ഏറിയ വർഷം. 1-2 വർഷമല്ല, ഏറിയ വർഷം. ചില വർഷമൊന്നേ എഴുതുള്ളൂ. 5-6 വർഷമൊക്കെ ആണെങ്കിൽ ചില വർഷങ്ങൾ, ഏറിയ വർഷം. അപ്പം എനിക്ക് തോന്നുന്നു ഒരു 10-30-40 വർഷത്തോളമായിട്ട് ശമരിയ പട്ടണം വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. ഗവൺമെന്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇദ്ദേഹത്തോട് ചോദിക്കുന്നതായിരിക്കും. കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വേണോ, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലണം. മഴ പെയ്യുമോ പെയ്യാതിരിക്കുമോ, ഇദ്ദേഹമാണ് പറയുന്നത്. കിണർ എവിടെ കുഴിക്കണം, എവിടെ കുഴിച്ചാൽ വെള്ളം കിട്ടും, അത് ഇദ്ദേഹത്തോട് ചോദിക്കണം. വീട് അടുക്കള ഫ്രണ്ടിൽ വെക്കണോ, അടുക്കള പുറകിൽ വെക്കണോ, ബാത്റൂം നടുക്ക് വെക്കണോ, ബാത്റൂം ഏത് സൈഡിലോട്ട്, ക്ലോസറ്റ് എങ്ങോട്ട് തിരിച്ചു വെക്കണം, ഇങ്ങേരോട് ചോദിക്കണം. ഇദ്ദേഹത്തിന് കുറേ ശിങ്കിടികളും കാണും. കാരണം ഇത്രയും വർഷമായിട്ട് മഹതി എന്ന ശക്തി എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് കുറേ സ്തുതിപാഠകന്മാരുണ്ടാകും. വേഷവും അതുപോലെയായിരിക്കും. അദ്ദേഹത്തിൻ്റെ വേഷവും വ്യത്യസ്തമാണ്. കണ്ടാൽ തന്നെ എല്ലാവർക്കും ഒരു ഭയം തോന്നുന്ന മുഖവും ഭാവവും രൂപവും. പേരും അതുപോലെയായിരിക്കും. ഞാൻ പണ്ട് ഒരു സന്യാസിയുടെ പേര് കേട്ടതുപോലെ, സ്വാമി കിടുകിടാനന്ദൻ. പേര് പോലും അങ്ങനെയൊക്കെ ആയിരിക്കും. എന്നാൽ ഫിലിപ്പോസ് വന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അവിടെ ജനങ്ങൾ വിടുവിക്കപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? 12-ാം വാക്യം, എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. അടുത്തത് തീർന്നില്ല. 13, ശീമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റു, ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. വലിയ വീര്യപ്രവർത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. ഏറിയ വർഷം ശമരിയ പട്ടണത്തെ ഭ്രമിപ്പിച്ചവനെ ഇതാ ഫിലിപ്പോസ് ഭ്രമിപ്പിച്ചു. ഈ കടുവയെ പിടിച്ച കിടുവ എന്ന് പറയില്ലേ, അതുപോലെയാണ് സംഭവം. ശീമോൻ കടുവയാണെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഫിലിപ്പോസ് ഒരു കിടുവയായിട്ട് അവിടെ ചെന്നത്. അവൻ്റെ അടുക്കൽ സുവിശേഷമല്ലാതെ വേറെ ഒന്നുമില്ല. ഫിലിപ്പോസിൻ്റെ കയ്യിൽ അന്ന് ബൈബിൾ പോലും എഴുതപ്പെട്ടിട്ടില്ല. തുകൽ ചുരുളുകളെ ഉള്ള കാലത്ത് അതൊന്നും എല്ലാവരും കൈവശമില്ല. പള്ളിയിൽ പോയിരുന്ന് വായിക്കണം. അതുപോലെയുള്ള ഒരു കാലത്ത്, പേപ്പറൊന്നും പ്രിന്റ് ചെയ്യാത്ത കാലത്ത്, ഉപദ്രവമായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയ ഈ ഫിലിപ്പോസ്, അല്ലെങ്കിൽ ചർച്ചിൽ നിന്ന് ഇറങ്ങി ഓടിയ ഫിലിപ്പോസ് ഒന്നും കയ്യിലെടുത്തിട്ടില്ല. തൻ്റെ വായിലാണ് മുഴുവനും. ദൈവരാജ്യം വാക്കുകളിലാണ്. വാക്കുകളിലൂടെ ശക്തിയുമുണ്ട്. അപ്പോൾ ശക്തിയും വിടുതലുകളും വാക്കുകളിലൂടെ പുറത്തു വന്നു. ശീമോന്റെ കയ്യിൽ തലയോട്ടിയുണ്ട്, മനുഷ്യന്റെ അസ്ഥികൂടങ്ങളുണ്ട്, ഭസ്മമുണ്ട്. അവന്റെ മുമ്പിൽ പല തരത്തിലുള്ള വിളക്കുകൾ കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊന്നും ആർക്കില്ല? ഫിലിപ്പോസിനില്ല. ഒരു സാധാ മനുഷ്യൻ, സാധാ വസ്ത്രം ധരിച്ച്, പ്രത്യേക വസ്ത്രങ്ങളൊന്നുമില്ല, ഒരു സാധാ മനുഷ്യൻ. എന്നാൽ തൻ്റെ അകത്തെ മനുഷ്യൻ 1000 മടങ്ങ് ശക്തനായിരുന്നു. തൻ്റെ പുറമേയുള്ളവനെ അല്ല ഫിലിപ്പോസ് വെളിപ്പെടുത്തിയത്,
തൻ്റെ ആകമേയുള്ളവനെയാണ്. ഇതുപോലെ പുറമേയുള്ളവൻ ക്ഷയിച്ചാലും നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്ന അകത്തെ മനുഷ്യനാണ് മന്ത്രവാദത്തെ ഭ്രമിപ്പിക്കുന്നത്, മന്ത്രവാദികളെ പോലും ഭ്രമിപ്പിക്കുന്നത്. അകത്തെ മനുഷ്യനെ ശക്തീകരിക്കാൻ ഫിലിപ്പോസിനെ പോലെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ, എവിടെ പോയാലും പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ മുന്നോട്ട് പോകാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ നിർബന്ധിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് കേട്ട വചനങ്ങൾ ഈ മക്കൾക്ക് വിടുതലും സൗഖ്യവും ധൈര്യവുമായി മാറട്ടെ. ഏത് വിധത്തിലുള്ള അനർത്ഥങ്ങളെയും തകർത്ത് കളയുന്ന, മന്ത്രവാദികളെ പോലും ശിഷ്യരാക്കി മാറ്റുന്ന സുവിശേഷത്തിൻ്റെ ശക്തിയെ ഇന്ന് ഇത് കേൾക്കുന്ന ഓരോരുത്തരിലൂടെയും വെളിപ്പെടുത്തണമേ. ഫിലിപ്പോസിന്റെ ആത്മാവ്, അതേ അഭിഷേകം ഇത് കേൾക്കുന്നവരിലും ആ സുവിശേഷകന്റെ ആത്മാവ് കത്തിജ്വലിക്കട്ടെ. എരിവുള്ള സുവിശേഷകന്മാർ, തീവ്രതയുള്ള സുവിശേഷകന്മാർ, റീനാഡ് ബോങ്കയെ പോലുള്ള സുവിശേഷകന്മാർ, ബില്ലി ഗ്രഹാമിനെ പോലുള്ള സുവിശേഷകന്മാർ, ചാൾസ് ഫിന്നിയെ പോലുള്ള സുവിശേഷകന്മാർ, ജോൺ വെസ്ലിയെ പോലുള്ള സുവിശേഷകന്മാർ ഈ സീസണിൽ യേശുവിൻ നാമത്തിൽ ഇത് കേൾക്കുന്നവരിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. തീർച്ചയായിട്ടും അത് സംഭവിച്ചിരിക്കുകയാണ്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്നു മുതൽ അതിൻ്റെ റിസൾട്ടുകൾ നമുക്ക് കാണാൻ കർത്താവ് ഇടയാക്കട്ടെ. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കൂടാം. ഗോഡ് ബ്ലെസ് യു. പാപങ്ങൾ പോക്കവേ സാപങ്ങൾ നീക്ക ഭൂലോകം വந்தாரையா, மனிதரை மீட்கவே பரலோக சேர்க்க சிலுவையை சுமந்தாரையா. பாவங்கள் போக்கவே சாபங்கள் நீக்க பூலோகம் வந்தாரையா, மனிதரை மீட்கவே பரலோகம் சேர்க்க சிலுவையை சுமந்தாரையா. கண்ணீரை துடைத்தாரையா, சந்தோஷம் தந்தாரையா. கண்ணீரை துடைத்தாரையா, சந்தோஷம் சந்தோஷம் உள்ளவர் சேர்ந்தார். பாவங்கள் போக்கவே சாபங்கள் நீக்க பூலோகம் வந்தாரையா, மனிதரை மீட்கவே பரலோக சேர்க்க சிலுவையை சுமந்தாரையா. பாவங்கள் போக்கவே சாபங்கள் நீக்க பூலோகம் வந்தாரையா, மனிதரை மீட்கவே பரலோக சேர்க்க சிலுவையை சுமந்தாரையா. கண்ணீரை துடைத்தாரை, சந்தோஷம் தந்தாரையா. கண்ணீரை துடைத்தாரை, சந்தோஷம் தந்தாரையா.
அவர் உன்னை மறந்தாலும் உற்றோர் உன்னை மறந்தால் அவர் உன்னை மறக்க மாட்டார்.